وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, RICC യൂത്ത് സംഘടിപ്പിക്കുന്ന യുവപദം എന്ന പ്രോഗ്രാമിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ചരിത്രത്തിലെ ചില യുവാക്കൾ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ വിവിധ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുവത്വം എന്നുള്ളത്. അഥവാ രണ്ട് ദൗർബല്യ ഘട്ടങ്ങൾക്കിടയിലുള്ള കരുത്തിൻ്റെ കാലഘട്ടമാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. ബാല്യത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് റൂമിൻ്റെ 54-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലതയിൽ നിന്നാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ബലഹീനന്മാരായിക്കൊണ്ടാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ ദുർബലതയ്ക്ക് ശേഷം പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട്. അഥവാ യൗവന കാലഘട്ടം, യുവത്വ കാലഘട്ടം നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു തആല നൽകി. എന്നാൽ ഈ യുവത്വ കാലഘട്ടം കലാകാലം നമ്മളിൽ അവശേഷിക്കുമോ? ഇല്ല. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ യൗവന കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഒരു ബലഹീനതയുടെ കാലം വരാനുണ്ട്, ഒരു നരബാധിക്കുന്നൊരു കാലം വരാനുണ്ട്. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, ബാല്യത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം. പ്രോജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ പോലെയാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. സൂര്യൻ്റെ ഉദയത്തിനും അസ്തമയത്തിനുമാണ് ഏറ്റവും ഭംഗി കൂടുതലുണ്ടാകുക. എന്നാൽ സൂര്യൻ അതിൻ്റെ മധ്യഭാഗത്ത് എത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രകാശത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യനെ പോലെയാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. എല്ലാ ആളുകൾക്കും ആവശ്യം യുവാക്കളെയാണ്. എല്ലാ സംഘടനകൾക്കും തത്വചിന്താ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കും വിസങ്ങൾക്കും എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും യുവാക്കളായ ആളുകളെയാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനോട് ചില പത്രപ്രവർത്തകന്മാരായ ആളുകൾ ചോദിക്കുന്നുണ്ട്, ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ വരമായിക്കൊണ്ട് നിങ്ങൾ ദൈവത്തോട് എന്താണ് ചോദിക്കുക? അന്ന് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, ഞാൻ എൻ്റെ രാജ്യത്തിന് പുരോഗതി ലഭിക്കണം, എൻ്റെ രാജ്യത്തിന് ഒരു വലിയ രൂപത്തിലെ നേട്ടങ്ങൾ ഉണ്ടാകണം, സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകണം എന്നൊന്നുമല്ല ചോദിക്കുക. ഞാൻ ചോദിക്കുക, എനിക്ക് ഒരു പറ്റം യുവാക്കളെ ലഭിക്കണം, എല്ലാത്തിനും കഴിവുള്ള ഒരു പറ്റം യുവാക്കളായ ആളുകളെ എനിക്ക് ലഭിക്കണം എന്നായിരിക്കും ഞാൻ ദൈവത്തോട് ചോദിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ആളുകൾക്കും ആവശ്യം യുവത്വ കാലഘട്ടത്തിലെ യുവാക്കളായ ആളുകളെയാണ്. ചെറിയ കുട്ടികളും പ്രായമായ ആളുകളും കൊതിക്കുന്നത് യുവത്വ കാലഘട്ടത്തെയാണ്.
മലയാളത്തിൽ അറിയപ്പെട്ട ഒരു കൃതിയുണ്ട്, വെള്ള ഷോക്സ് ഇട്ട മുടിനാരികൾ എന്നാണ് കൃതിയുടെ പേര്. അഥവാ പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനും ആ മുത്തശ്ശൻ്റെ പേരക്കുട്ടിയും തമ്മിലുള്ള സംസാരമാണ് ആ കൃതി എന്ന് പറഞ്ഞാൽ. ആ മുത്തശ്ശനോട് കുട്ടി പറയാണ്, മുത്തശ്ശ, ഞാൻ എന്തെങ്കിലും പിടിക്കുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ കൈക്ക് ബലം കിട്ടാറില്ല. ഞാൻ എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കുമ്പോൾ അതെൻ്റെ കയ്യിൽ നിന്നും അത് താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോനെ, എൻ്റെ പ്രശ്നവും അതുതന്നെയാണ്, കയ്യിന് ബലം നഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കുന്ന സമയത്ത് അതെൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മനഃപൂർവ്വമല്ല, അത് ഞാൻ പോലും അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ വീണ്ടും കുട്ടി പറയാണ്, അങ്ങനെ താഴെ വീണ് പൊട്ടുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയാറുണ്ട് മുത്തശ്ശ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്നും വീഴുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും അഥവാ എൻ്റെ മകനും എൻ്റെ മകൻ്റെ ഭാര്യയും എന്നെ ചീത്ത വിളിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. വീണ്ടും കുട്ടി പറയാണ്, മുത്തശ്ശ, ഞാൻ പോലും അറിയാതെ എൻ്റെ മലവും മൂത്രവും എൻ്റെ വസ്ത്രത്തൂലിലൂടെ പോകുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കല്ല, മനഃപൂർവ്വം ഞാൻ മൂത്രയിക്കല്ല, കാഷ്ടിക്കല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ എൻ്റെ മലവും മൂത്രവും എൻ്റെ വസ്ത്രത്തിലൂടെ പോകുന്നുണ്ട്. മുത്തശ്ശൻ കുറച്ച് ഒരു പതിഞ്ഞ സ്വരത്തിൽ പറയാണ്, മോനെ, എൻ്റെ പ്രശ്നവും അത് തന്നെയാണ്. ഞാൻ പോലും അറിയാതെ എൻ്റെ വസ്ത്രത്തിലൂടെ എൻ്റെ മൂത്രവും കാഷ്ടവും പോകുന്നുണ്ട് എന്ന് ആ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, എല്ലാ ആളുകളും ഒരേപോലെ കൊതിക്കുന്നത് യുവത്വത്തെയാണ്. യുവാക്കളായ ആളുകൾ അല്ലെങ്കിൽ യുവത്വ കാലഘട്ടമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് യുവത്വം അനുഗ്രഹവുമാണ് പരീക്ഷണവുമാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുവത്വം എന്നുള്ളത് അനുഗ്രഹമാണ്, അല്ലാഹുവിൻ്റെ ഒരു നിഅമത്താണ്. അതേപോലെ തന്നെ യുവത്വം എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അബൂ ബർസ അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഈൻ. നാളെ പരലോകത്ത് ഒരടിമയോട് 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ അവൻ്റെ കാല് മുമ്പിലേക്ക് വെക്കാൻ അനുവാദം ഉണ്ടാകില്ല. 4 കാര്യങ്ങളെക്കുറിച്ച് റഹ്മാനായ റബ്ബ് നാളെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാൻ കഴിയും, വഅൻ ശബാബിഹി ഫീമാ അബ്ല, അവൻ്റെ യുവത്വം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നൊരു കാലം വരാനുണ്ട്. അപ്പോൾ നമ്മുടെ യുവത്വ കാലഘട്ടം, നമുക്ക് ലഭിച്ച ഈ യൗവന കാലഘട്ടം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അത്തരം സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നാളെ റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ട ഒരു സമയം വരാനുണ്ട്. അന്ന് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യൗവന കാലഘട്ടത്തെ നീ സൂക്ഷിക്കണം, നീ അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അറിയപ്പെട്ട ചില യുവാക്കളായ ആളുകളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിൻ്റെ ഇറാഖ് എന്ന് പറയുന്ന നാട്ടിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകി ജീവിക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടിലുള്ള അനാചാരങ്ങൾക്കെതിരെ അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ പ്രയോഗം എന്ന് പറഞ്ഞാൽ, കാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. യുവാവായ ഇബ്രാഹിം തൻ്റെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ റഹ്മാനായ റബ്ബ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒരു മറുപടിയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ ഭാര്യ മോശപ്പെട്ട പ്രവർത്തനത്തിന് ക്ഷണിക്കുന്നുണ്ട്. എല്ലാ വാതിലും അടച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ പഴുതും അടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭരണാധികാരിയുടെ ഭാര്യ മോശപ്പെട്ട പ്രവർത്തനത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്താൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന യുവാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുവാവ് നമുക്ക് മാതൃകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ഒരു പറ്റം സാഹിറുകളായ ആളുകളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഫിറഔൻ അവരോട് പറയുന്നുണ്ട്, കാല ആമൻതും ലഹു ഖബല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചൂലേ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമു സിഹർ, നിങ്ങളെ സിഹിർ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാണ് മൂസ. ഫിറഔൻ പറയാണ്, എൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചു. നിങ്ങളെ സിഹിർ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാണ് മൂസ. എന്നിട്ട് ഫിറഔൻ പറയുന്ന വാക്കാണ്, ഞാൻ നിങ്ങളുടെ കൈകാലുകൾ വിപരീതമായി കൊണ്ട് വിച്ഛേദിക്കും. അഥവാ വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാല് മുറിക്കും, ഇടത്തെ കൈ മുറിച്ചാൽ വലത്തെ കാല് മുറിക്കും, വിപരീതമായി കൊണ്ട് ഞാൻ നിങ്ങളെ കൈകാലുകൾ വിച്ഛേദിക്കും. അവസാനിപ്പിച്ചില്ല. വീണ്ടും ഫിറഔൻ പറഞ്ഞു, നിങ്ങളെല്ലാ ആളുകളെയും ഞാൻ കുരിശിൽ തറക്കുകയും ചെയ്യും. ഈ രൂപത്തിൽ സാഹിറന്മാരായ ആളുകളോട് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ തൗഹീദ് എന്ന് പറയുന്ന ആ മനോഹരമായ വെളിച്ചം ലഭിച്ച സാഹിറുകളായ ആളുകൾ അവിടെ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഫിറഔൻ, നീ എന്താണോ നിനക്ക് ചെയ്യാനുള്ളത് അത് ദുനിയാവിൽ ഞങ്ങളുടെ മേലിൽ നീ ചെയ്തു കൊള്ളുക. നിനക്ക് വിധിക്കാനുള്ളത് ഈ ദുനിയാവിൽ വെച്ച് മാത്രമാണ്. ആ പാരത്രിക വിജയം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന രൂപത്തിൽ സാഹിറുകളായ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഒരു പറ്റം യുവാക്കളായ ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് അവർക്ക് പറയാൻ അവരുടെ യൗവന കാലഘട്ടത്തിൽ ചെയ്ത നന്മകളുണ്ടെങ്കിൽ, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് എന്താണുള്ളത്? നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ യൗവന കാലഘട്ടം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമ്മുടെ യുവത്വ കാലഘട്ടം, ചുറുചുറുപ്പിൻ്റെ രക്തം തിളക്കുന്ന ഈ ഒരു കാലഘട്ടം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി, റബ്ബേ, ഞാൻ എൻ്റെ സമയം ഇന്നാലിന്ന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. റബ്ബേ, ഞാൻ എൻ്റെ സമയം നിന്റെ ദീന് അതറിയാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി റബ്ബേ ഞാൻ എൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് എന്താണ് ആ ഒരു മരണാനന്തര ജീവിതത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞ 50 കഴിഞ്ഞ 60 കഴിഞ്ഞ 70 കഴിഞ്ഞ പ്രായം ചെന്ന കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ ഒരു പള്ളിൻ്റെ മൂലയിലിരിക്കുന്ന സ്വഹാബത്തിൻ്റെ രംഗമാണ് നമുക്ക് വരുന്നതെങ്കിൽ അതല്ല സ്വഹാബത്തിൻ്റെ ചിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് സ്വഹാബിമാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ, മക്കക്കാരായ ആളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നബിയിൽ വിശ്വസിച്ച ഭൂരിഭാഗം ആളുകളും യുവാക്കളായിരുന്നു. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് തൻ്റെ 37ാമത്തെ വയസ്സിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ദഅവത്തിനിറങ്ങി. ആ ദഅവത്തിനിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് കൊണ്ട് പിറ്റേ ദിവസം ഇസ്ലാം സ്വീകരിച്ച 3 പ്രധാനികളായ സ്വഹാബിമാരുണ്ട്. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 2 ഉസ്മാൻ ഇബ്നു മദഊൻ, 3 അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹും അജ്മഈൻ. അഥവാ ഇന്ന് തൗഹീദ് കിട്ടി, നാളെ അദ്ദേഹം തനിക്ക് ലഭിച്ച തൗഹീദ്, തനിക്ക് ലഭിച്ച വെളിച്ചം അതറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി 3 പ്രധാനികളായ സ്വഹാബിമാർക്ക് പിറ്റത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ദഅവത്ത് എത്തിക്കാൻ കഴിഞ്ഞു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരുണ്ട്. ആ 10 സ്വഹാബിമാരിൽ 6 പേരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിലാണ്. 37 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. ആ 37ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം കഴിവിൻ്റെ പരമാവധി താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതറിയാത്ത ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പറയാൻ ചില കാര്യങ്ങളുണ്ടാകും. നമുക്കെന്താണുള്ളത്? അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് തൻ്റെ 30ാമത്തെ വയസ്സിലാണ്. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതീക്ഷയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമറിൻ്റെ ചരിത്രം വായിക്കാത്ത അല്ലെങ്കിൽ ഉമറിൻ്റെ ചരിത്രം കേൾക്കാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? തൻ്റെ സഹോദരിയായ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ദീന് കേൾക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ രൂപത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അർക്കം ഇബ്നു അബിൽ അർക്കം എന്ന് പറയുന്ന സ്വഹാബിൻ്റെ വീട്ടിലാണെന്ന് അദ്ദേഹം കേട്ടു. അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അന്ന് സ്വഹാബിമാർ രഹസ്യ പ്രബോധനാണ്, പരസ്യ പ്രബോധനല്ല. അപ്പോൾ ഒരാള് ഒരു മനുഷ്യൻ്റെ കാലടി ശബ്ദങ്ങൾ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ കേട്ടു. അവർ ജനൽപ്പാടയിലൂടെ എത്തി നോക്കിയപ്പോൾ കാണുന്നത് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുവരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പല സ്വഹാബത്തും പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണ കവചമായി നിന്നു. കാരണം അവരുടെ ധാരണ ഉമർ വരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനാണ് എന്നുള്ളതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ബേജാറാകുന്നത് കണ്ടപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? ഹംസയോട് പറയാണ്, ഹംസ, ഉമർ വരുന്നുണ്ട്, ഉമറിൻ്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, ഉമറിനെ നിങ്ങൾ പ്രവാചകന്റെ അരികിലേക്ക് വിട്ടുകൊള്ളുക. നല്ല ഒരു കാര്യത്തിനാണെങ്കിൽ ഉമറിനെ പ്രവാചകന്റെ അരികിലേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ചു മടങ്ങാം. എൻ്റെ ഹബീബിനെ ആക്രമിക്കാനാണ് ഉമർ വരുന്നതെങ്കിൽ ആദ്യം എന്നെ വധിച്ചിട്ടല്ലാതെ എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു പിന്നീട് നമുക്ക് കാണാൻ കഴിയും, ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നബിയെ, നമ്മൾ സത്യത്തിൻ്റെ പാതയിലല്ലേ? പ്രവാചകന്റെ മറുപടി, അതേ ഉമറെ, നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണ്. പിന്നെന്തിനാണ് നബിയെ നമ്മൾ ഒളിച്ചും പാത്തും രഹസ്യ പ്രബോധനം ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്വഹാബിമാരെ 2 വരിയായിട്ട് നിർത്തി. ഒന്നാമത്തെ വരിയുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും രണ്ടാമത്തെ വരിയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും നിർത്തി. അവരുറക്കെ കഅബാലയത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ട്. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ധൈര്യമായിരുന്നു ഉമർ മുമ്പിലുണ്ടായപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. അതായത് ഉമർ മുമ്പിലുള്ള സമയത്ത് പുറകിലുള്ള ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമറിൻ്റെ ഇസ്ലാം സ്വീകരണം അത് ഇസ്ലാമിൻ്റെ വിജയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കുള്ള സഹായമാണ്. ഉമറിൻ്റെ ഇമാറത്ത് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്കുള്ള റഹ്മത്തായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ യൗവന കാലഘട്ടത്തിൽ തന്നെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ 34ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് 10 വയസ്സിന് താഴെന്നാണ്. ചില റിവായത്തിൽ കാണാൻ കഴിയും 8ാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അഥവാ അദ്ദേഹത്തിൻ്റെ വാപ്പ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഉമ്മ ഫാത്തിമ ബിൻത് അസദ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോൾ കുടുംബത്തിൽ ഒരാളും ഇസ്ലാം മതം സ്വീകരിക്കാത്ത സമയത്തും 8ാമത്തെ വയസ്സിൽ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ നൽകിയ ആദ്യത്തെ പേര് ഹൈദർ എന്നാണ്. എന്നാൽ വാപ്പ അബൂ ത്വാലിബ് വന്നപ്പോൾ ആ പേര് വാപ്പാക്ക് അത്രത്തോളം ഇഷ്ടമായില്ല. പിന്നീട് വാപ്പാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൈദർ എന്ന പേര് മാറ്റിക്കൊണ്ട് അലി എന്ന പേര് നൽകിയത്. അലി റളിയല്ലാഹു അൻഹു
ഖൈബറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ ഇസ്ലാമിന്റെ പതാക ഖൈബറിന്റെ രണഭൂമിയിൽ ഞാൻ ഒരാളുടെ കയ്യിൽ നൽകും. നാളെ ഇസ്ലാമിന്റെ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ നൽകും. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അയാളെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. പല സ്വഹാബിമാരും അധികാരം കൊതിച്ച സമയം ആ സമയമാണ്. ഒരിക്കലും അധികാരത്തോടുള്ള മോഹമല്ല. നാളെ ഇസ്ലാമിൻ്റെ പതാക ഹബീബിയത്തിൻ്റെ കയ്യിലെങ്ങാനും നൽകുകയാണെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിനും റസൂലിനും എന്നെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഖൈബറിൻ്റെ ദിവസം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാണ് നബി എൻ്റെ പേര് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അലി, സ്വഹാബ അലി എവിടെയാണ്? അലി റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിന് അസുഖം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരെടുത്ത് കണ്ണിൽ പുരട്ടി ഇസ്ലാമിൻ്റെ പതാക അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നൽകി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നൽകിയപ്പോൾ അദ്ദേഹം പാടി ഒരു പാട്ടുണ്ടാണ്, അല്ലദീ സമ്മൈതനീ ഉമ്മി ഹൈദറ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഉമ്മിനിക്ക് ആദ്യം ഇട്ട പേര് ഹൈദർ എന്നുള്ളതാണ്. അഥവാ സിംഹം എന്ന അർത്ഥം വരുന്ന പേരാണ് എൻ്റെ ഉമ്മിനിക്ക് ആദ്യമായിട്ടത്. അദ്ദേഹം പറയാണ്, കാടുകളിലെ ഭയങ്കരമായ ശൂരത്വമുള്ള ജീവി എന്ന് പറഞ്ഞാൽ അത് സിംഹമാണ്. അദ്ദേഹം മനോഹരമായിട്ടൊരു കവിത ഇങ്ങനെ ചൊല്ലിയിട്ട് ആ കവിത അവസാനിപ്പിക്കണത് എങ്ങനെയാണെന്നറിയോ? അഥവാ ധാന്യം അളന്നു തൂക്കുന്നത് പോലെ ഈ വാള് കൊണ്ട് ഞാൻ നിങ്ങളുടെ മരണം അളന്നു തൂക്കും. അല്ലെ റളിയല്ലാഹു പാടിയ പാട്ടാണ്. അതേപോലെ തന്നെ നട്ടല് തകരുന്ന രൂപത്തിൽ ശക്തമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ പോരാടും എന്ന് പറഞ്ഞിട്ടാണ് ആര് ഇറങ്ങണത്? അലി റളിയല്ലാഹു അൻഹു ഇറങ്ങണത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയെക്കുറിച്ച് അറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഖന്തക്കിൻ്റെ രണഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുതിര ചാടി കടന്നാലും കടക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിയൊരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കിടങ്ങ് മുറിച്ച് കടന്ന് ചില ഖുറൈശികളായ ചില മുശ്രിക്കുകളായ ആളുകൾ ആ കിടങ്ങ് മുറിച്ച് കടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വ്യക്തിയാണ് അംർ ബിൻ അബ്ദു ഉദ് എന്ന് പറയുന്ന ആൾ. അംർ ബിൻ അബ്ദു ഉദ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളായ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരതയുള്ള, ഏറ്റവും പോക്കിരിയായ, തെമ്മാടിയായ മനുഷ്യനാണ്. ഈ മനുഷ്യനെ കണ്ടപ്പോൾ പല സ്വഹാബിമാരും പുറകിലേക്ക് നിന്നു. അത്രത്തോളം ധീരതയുള്ള ആളാണ് അംർ. ഈ അംറിനെതിരെ പോരാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്നത് യുവാവായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് നിന്ന സമയത്ത് അംർ പറയുന്നുണ്ട്, അലി നീ യുവാവാണ്, എനിക്ക് നിന്നെ വധിക്കാൻ ആഗ്രഹമില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അംറേ എനിക്ക് നിന്നെ വധിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മുമ്പിലേക്ക് നിന്നത്. കോപാന്തനായ അംർ ബിൻ അബ്ദു ഉദ് എന്ന് പറയുന്ന ആള് കുതിരന്റെ പുറത്തും താഴേക്ക് ഇറങ്ങി. നിഷ്പ്രയാസം അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വകവരുത്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവരുടെ യൗവന കാലഘട്ടം അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകാൻ അവർക്ക് കഴിഞ്ഞു. ത്വൽഹ റളിയല്ലാഹു അൻഹു 14-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. സുബൈർ റളിയല്ലാഹു അൻഹു 16-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു 17-ാമത്തെ വയസ്സിലാണ്. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു 15-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ മകന്റെ പ്രായം, അല്ലെങ്കിൽ നമ്മുടെ അനിയന്റെ പ്രായം, നമ്മുടെ മകളുടെ പ്രായം, നമ്മുടെ സഹോദരിയുടെ പ്രായം. 15-ാമത്തെ വയസ്സിലാണ് സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്. അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് 27-ാമത്തെ വയസ്സിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ശേഷം അബൂ ഉബൈദ ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത ഖലീഫയായിക്കൊണ്ട് ഞാൻ തീരുമാനിക്കുക അബൂ ഉബൈദയായിരിക്കും. എന്താ അബൂ ഉബൈദന്റെ പ്രത്യേകത? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു. പ്ലേഗ് രോഗം വന്നിട്ടാണ് ആ സ്വഹാബി മരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇപ്പൊ അബൂ ഉബൈദ എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ശേഷം അടുത്ത ഖലീഫയായി ഞാൻ തീരുമാനിക്കുക ആരെയാണ്? അബൂ ഉബൈദനെയാണ്. എന്നിട്ട് നാളെ റഹ്മാനായ റബ്ബ് എന്നോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നിനക്ക് ശേഷം നീ അബൂ ഉബൈദയെ ഖലീഫയാക്കിയത്? അപ്പൊ എനിക്ക് എൻ്റെ റബ്ബിനോട് പറയണം, ഇന്നി സമിഅതു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ അമീനുൻ ഹാദിഹിൽ ഉമ്മ. ഞാൻ എൻ്റെ ഹബീബിൻ്റെ നാവുന്ന് കേട്ടിട്ടുണ്ട്, ഈ ഉമ്മത്തിലെ അമീനാണ്, വിശ്വസ്തനാണ് അബൂ ഉബൈദ. നജറാനിൽ നിന്ന് ചില ക്രിസ്ത്യാനികളായ ആളുകൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, നബിയെ ഞങ്ങൾക്ക് ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചു തരാൻ
നിങ്ങളുടെ കൂട്ടത്തിൽ അമീനായ വ്യക്തിയെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലെ എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. അവസാനമായിക്കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് 30ാമത്തെ വയസ്സിലാണ്. പ്രിയപ്പെട്ടവർ, ആരായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു? ഇന്നത്തെ കണക്ക് പ്രകാരം മില്യണും ബില്യൺ കണക്കെ വലിയ ധനാഢ്യനായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു വീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം വിറ്റ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച പണം എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർ പറയാണ് 40,000 ദിർഹം അന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ആ ലഭിച്ച സമയത്ത് 40,000 ദിർഹം ചെറിയൊരു സംഖ്യയല്ല, വലിയ ഭീമമായ തുകയാണ്. ആ സമ്പത്ത് എന്താ ചെയ്തത്? ബനൂ സിഹ്റ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം വീതം വെച്ച് നൽകി. എന്താ ബനൂ സിഹ്റ ഗോത്രത്തിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബക്കാരുടെ ഗോത്രമാണ് ബനൂ സിഹ്റ ഗോത്രം. അതിലെ ഫക്കീറന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് വീതം വെച്ചു കൊടുത്തു. അതേപോലെ തന്നെ മുഹാജിറുകളായ ആളുകളുടെ കൂട്ടത്തിലെ ദരിദ്രന്മാരായ ആളുകൾക്ക് അതിൽ നിന്ന് പണം കൊടുത്തു. വീണ്ടും അദ്ദേഹം ചെയ്തു, ആ പണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഒരു വിഹിതം കൊണ്ടുപോയി കൊടുത്തു. അപ്പം മിസ്വറ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രായം കുറഞ്ഞ മിസ്വർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, മൻ അർസല ബിഹാദ, ഈ പണം ആരാണ് അയച്ചു തന്നത്? മിസ്വർ പറയാണ്, ഉമ്മ, ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലാ യഹ്നു അലൈകുന്ന ബഅദി ഇല്ല സ്വാബിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾക്ക് നേരെ ക്ഷമാലുക്കളായ ആളുകൾ മാത്രമാണ് അനുകമ്പ കാണിക്കുക. അപ്പോൾ അനുകമ്പ കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ നാളെ സ്വർഗത്തിലെ സൽസബീലിൽ നിന്ന് പാനജലം കുടിപ്പിക്കണേ എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ എന്ന് കേൾക്കുമ്പോൾ വളരെ പ്രായം ചെന്ന ആളുകളുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, തൻ്റെ 20ന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൻ്റെ 30ന്റെ കാലഘട്ടത്തിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 16ാമത്തെ വയസ്സിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബദറിന്റെ രണഭൂമിയിലേക്ക് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ആരാ ഉമൈർ എന്നറിയും? ഉമൈർ എന്ന് പറഞ്ഞാൽ സഅദ് ബിൻ അബി വഖാസിന്റെ അനിയനാണ് ഉമൈർ ബിൻ അബി വഖാസ്. ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പ്രായമായിട്ടില്ല, അഥവാ 15-16 വയസ്സാകണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ ആ പ്രായത്തിന്റെ താഴെയാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിരനിരയായി നിർത്തിയപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു മറവിലായിക്കൊണ്ട് ഈ സ്വഹാബി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇക്കാക്കായ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. എന്തിനാണ് ഉമൈറെ നീ ഒളിച്ചിരിക്കണത്? അദ്ദേഹം പറഞ്ഞത്, കാക്ക, എൻ്റെ പ്രായമായിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും എന്നെ കണ്ടാൽ എന്നെ തിരിച്ചു പറഞ്ഞേക്കും. അപ്പം നബി കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരുന്നതാണ് എന്ന് ആ സ്വഹാബി പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ നേരെ നിർത്തുന്ന സമയത്ത് ഈ സ്വഹാബിയെ കണ്ടു. ഈ സ്വഹാബിനെ കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്തിനാണ് വന്നത്? സ്വഹാബിയുടെ മറുപടി, നബി യുദ്ധത്തിന് വന്നതാണ്, പ്രായമായിട്ടില്ല, തിരിച്ചു പോകണം. ചെറിയ കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ അവിടെ നിന്ന് വാശി പിടിച്ചു എന്ന്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം കിട്ടിയപ്പോൾ ഒരു വാളും ഒരു ചെറിയ കഷ്ണം കയറുമായിക്കൊണ്ട് ഇക്കാക്കായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഈ സ്വഹാബി വരുന്നുണ്ട്. അഥവാ യോദ്ധാക്കളായ ആളുകൾ കയ്യിൽ നിന്ന് വാള് തെറിച്ചു പോകാതിരിക്കാൻ കെട്ടുന്നൊരു കെട്ടുണ്ട്, പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കെട്ടുന്നൊരു കെട്ട്.
ആ കെട്ട് കെട്ടാൻ പോലും ഈ സ്വഹാബിക്ക് അറിയില്ല. ഒരു വാളും ഒരു കഷ്ണം കയറുമായിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, കാക്ക എന്ത് ചെയ്യണം, എൻ്റെ കയ്യിൽ ഇത് കെട്ടിത്തരണം എന്നുള്ളതാണ്. അപ്പോൾ ആ കയറ് സഅദ് റളിയല്ലാഹു അൻഹു കെട്ടിക്കൊടുക്കുകയും ഇന്ന് ബദറിൻ്റെ രണഭൂമിയിൽ ഷഹീദായ ആളുകളുടെ പേര് നോക്കുന്ന സമയത്ത് 14ഓളം സ്വഹാബിമാർ ഷഹീദായിട്ടുണ്ട്. അതിലൊരാളുടെ പേര് ഉമൈർ ബിൻ അബി വഖാസ് എന്നുള്ളതാണ്. അവരൊക്കെ അവരുടെ യൗവന കാലഘട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കണം. നമുക്കിന്ന് യുദ്ധത്തിന് ഇറങ്ങേണ്ട ഒരു ആവശ്യമൊന്നും ഇന്ന് ഈ കാലഘട്ടത്തിലില്ല. എന്നാൽ യുദ്ധം ചെയ്തതിൻ്റെ അതേ കൂലി ലഭിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അസായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. മിസ്കീനെ സംരക്ഷിക്കുന്നവൻ, വിധവയെ സംരക്ഷിക്കുന്നവൻ, ജിഹാദ് ചെയ്തവൻ്റെ കൂലി ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രാത്രി മുഴുവനും നമസ്കരിച്ചതിൻ്റെ കൂലി ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എല്ലാ ദിവസവും നോമ്പെടുത്തതിൻ്റെ കൂലി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് ബാക്കിയാക്കാൻ കഴിയണം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അടയാളം. ചില ഉലമാക്കളായ ആളുകളുടെ അവർ രചിച്ച കിതാബിൻ്റെ പേര് തന്നെ നോക്കുമ്പോൾ കാണാൻ കഴിയും, മുത്തുറുക്ക് അസറൻ ഖബല റഹീൽ. ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് ബാക്കിയാക്കാൻ കഴിയണം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അടയാളം ബാക്കിയാക്കാൻ കഴിയണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചതിൻ്റെ അടയാളമായി കൊണ്ട് ഉലമാക്കളായ ആളുകൾ പറയുന്നുണ്ട്, അദ്ദേഹം രചിച്ച കിതാബുകൾ എങ്ങാനും ഇന്നുണ്ടായിരുന്നെങ്കിൽ നൈൽ നദിക്ക് പാലം കെട്ടാൻ അത് മതിയാകുമായിരുന്നു എന്നുള്ളതാണ്. നൈൽ നദിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് പാലം കെട്ടാൻ കഴിയുന്ന രൂപത്തിൽ അത്രത്തോളം ഗ്രന്ഥങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് രചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്തെയും യൗവന കാലഘട്ടത്തെയും അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹം ജീവിച്ച ദിവസവും രചിച്ച കിതാബുകളുടെ പേജിൽ നോക്കുമ്പോൾ അദ്ദേഹം എഴുതിയ കിതാബുകളുടെ പേജിൻ്റെ എണ്ണമായിരിക്കും കൂടുതലായി ഉണ്ടാവുക എന്ന് ഇമാം നവവി റഹ്മഹുല്ലയെ കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാം തുബരി റഹ്മഹുല്ലയെ കുറിച്ച് ഖതീബുൽ ബഗ്ദാദി പറയുന്നുണ്ട്, 40 വർഷം ഇമാം തുബരി ബഗ്ദാദിൽ ജീവിച്ചിട്ടുണ്ട്. ആ 40 വർഷം ബഗ്ദാദിൽ ജീവിച്ചപ്പോൾ ഓരോ ദിവസവും അദ്ദേഹം 40 പേജ് എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് 40 പേജ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 40 വർഷം ബഗ്ദാദിൽ ഓരോ ദിവസവും 40 പേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 ലക്ഷത്തിൽ പരം പേജുകൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കുക, നമ്മൾ മരിച്ചാൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എത്തുന്ന എന്തൊക്കെ നന്മകൾ നമ്മൾ ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ടുണ്ട്. ഉലമാക്കളായ ആളുകൾ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ, സലഫു സാലിഹീങ്ങൾ, അവരൊക്കെ ഈ രൂപത്തിൽ വലിയ നന്മകൾ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരിലേക്ക് വന്ന അതേ മരണം നമ്മളെയും പിടികൂടും. മരണത്തിൻ്റെ പ്രത്യേകത, മരണത്തിന് പ്രായം ആകണമെന്നില്ല, തൊലി ചുക്കിച്ചുളിയണമെന്നില്ല, കണ്ണിൻ്റെ കാഴ്ച മങ്ങണമെന്നില്ല. നമ്മുടെ ഉമ്മാൻ്റെ അരികിലേക്ക് വന്ന, നമ്മുടെ ഉപ്പാൻ്റെ അരികിലേക്ക് വന്ന, നമ്മുടെ വേണ്ടപ്പെട്ട പല ആളുകളുടെയും അരികിലേക്ക് വന്ന അതേ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അരികിലേക്ക് വരും. 1-2 ദിവസം മുമ്പ് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹി ഇഷാം മമ്പാട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി അവൻ്റെ ബർസഹി ജീവിതത്തിലാണ്. അള്ളാഹു അവൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ചെറിയ പ്രായമാണ്, +2 ആണ്. സുബൈ നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ശക്തമായ തലവേദന കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ അരികിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്ത് നമ്മുടെ അരികിലേക്ക് വരും. ആ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് എന്ത് നന്മയാണ് ബാക്കിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ടത്. നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടാക്കാൻ കഴിയണം. അലി റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ പോയി പറയുന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു
മക്ബറയിൽ പോയിട്ട് പറയാണ് യാ അഹ്ലൽ ഖുബൂർ മൽ ഖബർ ഇൻദകും, ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ എന്താണ് നിങ്ങളുടെ വർത്താനം? എന്നിട്ട് അദ്ദേഹം പറയാണ് ഇന്നൽ ഖബറ ഇൻദന, എൻ്റെ അരികിൽ ചില വാർത്തകളുണ്ട്. അപ്പോൾ നിങ്ങൾ രാവൊന്നോ പകലൊന്നോ നോക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടില്ലേ, ആ വീട് നിങ്ങളുടെ മരണത്തിന് ശേഷം വേറെ പല ആളുകളാണ് ഇന്ന് അവിടെ താമസിക്കുന്നത്. അതേപോലെ തന്നെ എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ അനന്തരാവകാശികളായ ആളുകൾ അത് വീതിച്ചു കൊടുത്തു. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ട നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മരണത്തിന് ശേഷം മറ്റൊരുത്തൻ്റെ മണവാട്ടിയായിക്കൊണ്ട് അവൻ്റെ മണിയറയിലുണ്ട്. സുമ്മ ബക അലി, അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയാണ് ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് മറുപടി പറയാൻ കഴിയില്ല. അവർക്കെങ്ങാനും മറുപടി പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അവരെന്നോട് പറയാം, അലി നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല സാധ്, ഏറ്റവും നല്ല വിഭവം തഖ്വയാണ് എന്നുള്ളതാണ്. ആ തഖ്വ പറയുന്ന എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം, കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനാണ് ഈ പ്രോഗ്രാം, അതിനാണ് ഈ ഒരു ഒരുമിച്ചുകൂടെ. അള്ളാഹു ഈ ഒരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിമാരെ കുറിച്ച് മാത്രമാണ് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിന്നീട് അവസരങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി ഇലൽ ഇൽമി മിൻ നബ്ഇഹി വനജ്നി സിമാറൻ തുഗദ്ദിൽ ഖയാൽ ഫസിർനാ സവിയൻ അലാ ത്വാഅത്തിൻ ലിനൽഖാ റിദല്ലാഹി ഫീ കുല്ലി ഹാൽ.